ഗ്രാൻഡ് വിസ്ത പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുരേഷ് വാസുദേവൻ നിർമ്മിച്ച് വി അനിയനുണ്ണി രചനയും സംവിധാനവും നിർവഹിച്ച മാസ്റ്റർ മിക്കാസ എന്ന ഷോർട്ട് ഫിലിമിന്റെ പ്രിവ്യൂ ഷോ എറണാകുളം വെണ്ണലയിലുള്ള ഡോൺ ബോസ്കോ പ്രിവ്യൂ തിയേറ്ററിൽ വെച്ച് നടന്നു. ജവാനും മുല്ലപ്പൂവും എന്ന സിനിമയുടെ സംവിധായകൻ രഘുമേനോനും ലൈൻ പ്രൊഡ്യൂസറായ സുഭാഷ് ചന്ദ്രനും മുഖ്യ അതിഥികളായി എത്തുകയും മാസ്റ്റർ മിക്കാസ ഷോർട്ട് ഫിലിമിന്റെ അണിയറ പ്രവർത്തകരെ ആശംസിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ ഞാനിവിടെ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ചെറിയ സിനിമ അല്ലെങ്കിൽ ചെറിയ എന്ന വേർഡ്. ഈ സിനിമയിൽ ശരിക്കും ചെറുത് വലുത് എന്നൊന്നുമില്ല കേട്ടോ. സിനിമ അല്ലെങ്കിൽ നമ്മൾ പറയും ഷോർട്ട് മൂവി, മിനി മൂവി, അതുപോലെ ഫീച്ചർ ഫിലിം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ചെറുതൊന്നുമില്ല. എനിക്ക് തോന്നുന്നു സിനിമയെക്കാളും വളരെ മനോഹരമായ, ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് ഒരു മിനിറ്റിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് നല്ല ഷോർട്ട് മൂവീസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ചെയ്തിരിക്കുന്ന പോലെ ഇത്ര ഗ്രാൻഡായി ചെയ്തിരിക്കുന്ന പോലെ ഒരുപാട് നല്ല ചെറിയ പടങ്ങളുണ്ട്. സാധാരണ ഈ നമ്മളിങ്ങനെ ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ സപ്പോർട്ടൊന്നും കിട്ടാറില്ല ആർക്കും. എനിക്ക് പ്രൊഡ്യൂസർ സപ്പോർട്ട് ഇല്ലാതെയാണ് ഞാൻ 2 ഷോർട്ട് മൂവി ഞാനും സുഭാഷും ചെയ്തത്. അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എന്താണെന്ന് സുഭാഷിന് അറിയാം. അപ്പോൾ ഇവിടെ ഒരു ഗ്രാൻഡ് സപ്പോർട്ട് ഓഫ് പ്രൊഡ്യൂസർ, അദ്ദേഹത്തെ ഞാൻ ഏറ്റവും സന്തോഷത്തോടുകൂടി അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം ഏറ്റവും ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു ചിത്രം എടുക്കാൻ പറ്റിയത് ആദ്യമായി ചെയ്യുന്നു. അതിൻ്റെ ഒന്നും ഒരു തകരാറോ പ്രശ്നങ്ങളോ പ്രൊഡക്ഷനിലോ ഒന്നും ഇല്ലായിരുന്നു. അത് കണ്ടാൽ സിനിമയിലുണ്ടതെല്ലാം. എന്താ പറയുക, ഒരു ഇതിലിപ്പോൾ ഡയറക്ടറായിരിക്കാം, പക്ഷേ ഞങ്ങളുടെ അടുത്തൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ 3 സിനിമയിലും കൂടെ തന്നെ സുഭാഷ് എന്താ ചെയ്യണ്ടേ, എന്താ എടുക്കണ്ടേ, എന്താ ചെയ്യണ്ടേ, എന്ത് പരിപാടിക്കും അങ്ങനെ അത്രമാത്രം കലയോടുള്ള അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഞാൻ പലപ്പോഴും പലതരം കഥകൾ കേട്ടിട്ടുണ്ട്. പണ്ട് സിനിമയിൽ മദ്രാസിലൊക്കെ പോയി കിടക്കുമ്പോൾ അവർ അടുക്കളയിൽ പണിയെടുത്ത് ഓരോ ഡയറക്ടർമാരും അടുക്കളയിൽ ജോലി ചെയ്തും അടിച്ചുവാരിയും പല പരിപാടികളും ചെയ്തിട്ട് സിനിമയിൽ എത്തിപ്പെടാൻ കഷ്ടപ്പെട്ട ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്ക് അതിനോടുള്ള ഒരു പാഷൻ, ആ പാഷനിൽ അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പൊ അങ്ങനെ അനിയനുണ്ണിച്ചേട്ടനെ പരിചയപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ലൊക്കേഷനിലൊക്കെ വന്നപ്പോൾ എൻ്റെ സുഭാഷ് എന്താ ചെയ്യണ്ടേ, എന്താ എടുക്കണ്ടേ, എന്താണ് ഞാൻ ചെയ്യണ്ടേ, അങ്ങനെയും പറഞ്ഞ് ഈ 3 സിനിമയിലും ഞങ്ങളെ അത്രമാത്രം, അതൊരു സാമ്പത്തികമായിട്ടൊന്നുമല്ല, അദ്ദേഹം അവിടെ വന്നു ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ നിൽക്കാറുണ്ട്. ക്യാമറ ഡയറക്ടർ ടീമിൻ്റെ ഒക്കെ കൂടെ നിൽക്കും. അപ്പൊ അങ്ങനെ വന്ന് വൈകുന്നേരം പോകും. അപ്പൊ അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത അനിയനുണ്ണിച്ചേട്ടൻ്റെ ഒരു പരിപാടിക്ക് ഇന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും തിരക്കാണെങ്കിൽ തന്നെ സുമേഷിനെ ക്ഷണിച്ചതാണ്. സുമേഷ് ആഘോഷം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ ഇന്നാണ് കോഴിക്കോട്. മാസ്റ്റർ മിക്കാസയുടെ പ്രൊഡ്യൂസറായ സുരേഷ് വാസുദേവന് സംവിധായകൻ വി അനിയനുണ്ണി പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഷോർട്ട് ഫിലിമിലെ അഭിനേതാക്കൾക്കും ടെക്നീഷ്യന്മാർക്കുമുള്ള പുരസ്കാരം രഘുമേനോനും സുഭാഷ് ചന്ദ്രനും ചേർന്ന് നൽകി. നാടകരചയിതാവും സംവിധായകനുമായ CCK മുഹമ്മദും ഗാനരചയിതാവ് അബ്ബാസ് അലി വെങ്ങോലയും മണിയപ്പൻ കുമ്മനോടും ഗോപകുമാർ, ശാന്തിനി, ദേവദർശ്, അഭിജിത്ത് ബിജു എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളായ 3 കൂട്ടുകാർ പഠനാവശ്യത്തിന്റെ ഭാഗമായി കോളേജിനടുത്തുള്ള ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയും അവർക്ക് ആ വീട്ടിൽ അനുഭവപ്പെടുന്ന നിഗൂഢമായ ചില സംഭവങ്ങൾ കോർത്തിണക്കി വി അനിയനുണ്ണി മനോഹരമായി ദൃശ്യാവിഷ്കരിച്ചിരിക്കുന്ന ഷോർട്ട് ഫിലിം ഗ്രാൻഡ് വിസ്ത പ്രൊഡക്ഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നു. അവിട്ടം മീഡിയ ന്യൂസ്, എറണാകുളം.